നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ പോക്ക് എത്രത്തോളം വരെ എത്തുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പുതിയ KPCC പ്രസിഡന്റ് വന്നു എന്ന് കരുതി കോൺഗ്രസ് അങ്ങ് നില മെച്ചപ്പെടുത്തിയാണ് ചിലരുടെയൊക്കെ വിചാരം. ഒന്നുമല്ല, തിരികെ പോയ ക്രൈസ്തവരെ എല്ലാം കൂട്ടിക്കൊണ്ടുവരാനായിട്ടാണ് സണ്ണി ജോസഫിനെ നിയമിച്ചിരിക്കുന്നത്. അവിടെ KPCC ആസ്ഥാനത്ത് നടന്ന പോർവിളിയൊക്കെ നമുക്കറിയാം. ഇപ്പോഴും 8 തവണ MP ആയിട്ടിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിൻ്റെ അമർഷം അടങ്ങിയിട്ടില്ലെന്നുള്ളതാണ്. KPCC ആസ്ഥാനത്തിരിക്കുന്ന 37 പേരുടെ പടങ്ങളിൽ ഇപ്പോൾ 38ാമത്തെ പ്രസിഡന്റാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 37 പേരുടെ പടങ്ങളിൽ ഇതാ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള ഒരാളുടെ പടമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. 26ാമത്തെ വയസ്സിൽ MP ആയി, കേന്ദ്ര സഹമന്ത്രിയായി, വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റായി, കിട്ടാവുന്ന പദവികളിലെല്ലാം ഇരുന്നു. മറ്റൊരാളെ വളർത്താൻ അനുവദിക്കാത്ത തരത്തിൽ മാവേലിക്കരയെ വിഴുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. മാവേലിക്കര മണ്ഡലത്തിന് യാതൊരു ഗുണവുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി CPIക്ക് ആയിരുന്നു ആ മണ്ഡലം, വിജയിക്കുമെന്ന് കരുതിയതാണ്. പക്ഷെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് അത് CPIയെയും നന്നായിട്ട് ബാധിച്ചു. അതിനിടയിൽ കൂടി കൊടിക്കുന്നിൽ വീണ്ടും വിജയിച്ചു പോവുകയും ചെയ്തു. ആ കൊടിക്കുന്നിലാണ് ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹം. ഇല്ലെങ്കിൽ KPCC പ്രസിഡന്റെങ്കിലും ആകണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ജാതിക്കാട് തന്നെ കയ്യിലെടുത്തുകൊണ്ട് KPCC ആസ്ഥാനത്ത് പോർവിളി നടത്തിയത്. അതിന് തക്കതായ മറുപടി എന്ന വണ്ണമാണ് K മുരളീധരനും സംസാരിച്ചത്. അദ്ദേഹത്തിന് പറഞ്ഞതെന്താണ്? ഈ പഴയ മുഖങ്ങളെല്ലാം മാറേണ്ടിയിരിക്കുന്നു, പുതിയ മുഖങ്ങളാണ് ഇനിയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് വരേണ്ടത്, കണ്ടുമടുത്തവരെയൊക്കെ മാറ്റുക എന്ന് പറഞ്ഞു. KPCC ആസ്ഥാനത്ത് മുരളീധരൻ നന്നായിട്ട് കാര്യങ്ങളങ്ങ് ഉറഞ്ഞു തുള്ളി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാം ഫലിത രൂപേണ അവതരിപ്പിച്ചു. പക്ഷെ അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ തൊപ്പി ഉണ്ടായിരുന്നു, അതങ്ങോട്ട് വാരി എറിഞ്ഞു. അത് ആർക്കാണോ ചേരുന്നത് അവരെടുത്ത് വെച്ചോളൂ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പറച്ചിലും. വടകരയിൽ ഷാഫി പറമ്പലിൻ്റെ ഗ്രാഫ് ഉയർന്നു, തൃശ്ശൂരിൽ എൻ്റെ ഗ്രാഫ് താഴേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയതാര് എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കോൺഗ്രസ് 2026ലും കേരളത്തിൽ ഗുണം പിടിക്കാൻ പോകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംപൂജ്യരായതുപോലെ ഇവിടെയും കോൺഗ്രസ് സംപൂജ്യരായി മാറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തുടക്കമാണ് കഴിഞ്ഞ ദിവസം KPCC ആസ്ഥാനത്ത് കണ്ടത്. 2026ൽ കോൺഗ്രസിൽ ചില മുതിർന്നവരൊന്നും ഇനി അടങ്ങിയിരിക്കത്തില്ല. ആഗ്രഹം ഇനി 2026 കൂടെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കേണ്ടത് 2031 വരെയാണ്. LDF 3ാം വട്ടം ഭരണം തുടർന്നാലും അതല്ല UDF അധികാരത്തിൽ വന്നാൽ പോലും അപ്പോൾ പലരും എങ്ങോട്ടേക്ക് പോകും എന്നുള്ള ചോദ്യമാണ്. അതിൻ്റെ ഉത്തരവൊന്നേ ഉള്ളൂ, BJPയിലേക്കുള്ള പോക്കായിരിക്കും. അതേതാണ്ട് തുടങ്ങി. ഇപ്പം മിക്കവാറും K സുധാകരനെ BJPയിലേക്ക് എല്ലാവരും കൂടി ചേർന്ന് എത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് അനാരോഗ്യമാണ് പോലും. പിണറായി വിജയന് എതിരായിട്ട് ഇപ്പോൾ LDFൽ ഒരാൾ പട നയിക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയനുണ്ട്. UDFൽ പട നയിക്കാൻ ഒരു പട തന്നെ ഉണ്ട്. പക്ഷേ ആർക്കും ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. ആൾ കൂടിയാൽ പാമ്പ് ചാവില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. നയിക്കാൻ ഡസൻ കണക്കിന് ആൾക്കാരുണ്ട്, പക്ഷെ ഒരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള കാര്യം. അപ്പോൾ എന്തായാലും 2026ൽ പലരുടെയും സ്വപ്നം പൂവണിയാതെ പോകും. ഈ അവസരത്തിൽ BJPയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നിരവധി പേരുണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തലയാണെന്നുണ്ടെങ്കിൽ 2026ൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് രമേശ് ചെന്നിത്തല എന്നുള്ള രീതിയിലാണ് സുകുമാരൻ നായർ അഭിപ്രായം പറയുകയൊക്കെ ചെയ്തത്. ചെന്നിത്തല നായർക്ക് ഇപ്പോഴുള്ള മോഹം ഇനി അത് മാത്രമാണ് ബാക്കിയുള്ളത്. അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയും പ്രതീക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്.
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയാകാൻ ഭൈമീകാമുകന്മാർ ധാരാളമാണുള്ളത്. ആ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ സമയമാകുമ്പോൾ ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ KC വേണുഗോപാലിനെ കെട്ടിയിറക്കുകയും ചെയ്യും. എന്തായാലും ഈ പോക്ക് എത്രത്തോളം എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പലരും നോക്കിയിരിക്കുന്നത്. ഈ അവസരത്തിൽ കേരളത്തിൽ BJP വലിയ ഒരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇവരറിയാതെ പോകുന്നു. കേരളത്തിലെ UDFനോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾ എത്ര നാൾ വരെ ഇവരോടൊപ്പം നിൽക്കുമെന്നുള്ളത് നോക്കണം. ലീഗിനെ പറ്റി കോൺഗ്രസിന് സംശയമുണ്ട്, ചാഞ്ചാടാനുള്ള സാധ്യതയുണ്ടോ? ലീഗ് മാത്രമല്ല, മറ്റു പലരുമുണ്ട്. UDFിലുള്ള ഘടകകക്ഷികൾ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, RMB, RSP, CMB, ഫോർവേഡ് ബ്ലോക്ക് ഘടകകക്ഷികൾ പൊതുവെ അതൃപ്തരായിട്ട് നിൽക്കുകയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവർ വഴി തേടുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസിലെ കലഹം ആരായിരിക്കും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ തയ്യാറെടുത്ത് വരിക എന്നുള്ളതാണ്. അവർ വെടിനിർത്തൽ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തമ്മിൽ തല്ലി പോകണം. പക്ഷെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭരണമില്ലാതിരിക്കാൻ വയ്യ. 2026 അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ അധികാരമില്ലാതെ മുമ്പോട്ട് 10 വർഷമായിട്ട് നിൽക്കുന്ന ലീഗിനും മറ്റ് ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റു വഴി തേടും. കോൺഗ്രസ് ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും. സണ്ണി ജോസഫിന്റെ ഇനിയുള്ള നാളുകളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും. സണ്ണി ജോസഫ് ക്രൈസ്തവരെ പിടിക്കാൻ പോകുമോ, ഈഴവരെ പിടിക്കുമോ, അതോ നായന്മാരുടെ വോട്ട് പിടിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതോ തമ്മിൽ തല്ലി ചത്തൊടുങ്ങുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.